എറണാകുളത്ത് നിന്നുള്ള അപകട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എറണാകുളം കലൂരിൽ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കാർ നിയന്ത്രണം വിട്ട വഴിയാത്രക്കാരനെ ഇടിച്ച് ആ വാഹനം പിന്നീട് മറിഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റ ആളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഈ വാഹനം ഇടിച്ചു എന്ന് പറയുമ്പോൾ ആ വാഹനത്തിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഈ അപകടത്തിൽ എത്രത്തോളം ആളുകൾക്ക് പരിക്കുണ്ടൊപ്പം ഒരാളെ ഇടിച്ചു എന്ന് പറയുന്ന അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നവമി? അഭിലാഷ്, എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. നിയന്ത്രണം വിട്ട കാറ് പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു. വഴി യാത്രക്കാരനായിട്ടുള്ള ഒരാൾ നടന്നു പോകുന്ന സമയത്താണ് അയാളെ ഇടിച്ചുകൊണ്ട്, അതായത് അയാളുടെ തല ഈ കാറിൽ ഇടിച്ച് പോസ്റ്റിലേക്ക് ജാമായിരിക്കുന്ന നിലയിലായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ ഒക്കെ അവശിഷ്ടം നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. വളരെ ദാരുണമായ സംഭവം. പോസ്റ്റ് ഒടിഞ്ഞ് തറയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. ഈ വാഹനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചതെന്ന്. ഗേറ്റ് ഇടിച്ച് തെറിപ്പിച്ചത് ഈ അടുത്തുള്ള സ്ഥാപനത്തിന്റെ ഗേറ്റ് ഉൾപ്പെടെ ഇടിച്ചാണ് ഈ വാഹനം നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വഴിയാത്രക്കാരന്റെ ആരോഗ്യനില അല്പം ഗുരുതരമായിട്ട് തുടരുകയാണ്. ഈ തലച്ചോറിന്റെ പകുതി ഭാഗവും നമുക്ക് ഈ അപകടം നടന്ന സ്ഥലത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ സീറ്റ് കൊടുക്കുകയാണ്. അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചു. അധികം വിഷമിപ്പിക്കുന്ന കാര്യം, ഇയാൾക്ക് ഈ അപകടം സംഭവിച്ചത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അരികിൽ വെച്ച് തന്നെയാണ്. അതായത് അദ്ദേഹം ജോലിക്ക് വേണ്ടി സ്ഥാപനത്തിലേക്ക് കയറുന്ന സമയത്താണ് ഈ വാഹനം അമിത വേഗതയിൽ വന്ന് ഇടിച്ചത്. അല്പസമയം മുമ്പാണ് നവമി ഈ അപകട സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. നവമിയുടെ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നവമി പറയുന്നതനുസരിച്ച് അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. നിയന്ത്രണം വിട്ട കാറ് വന്നൊരാളിലേക്ക് ഇടിക്കുന്നു. അയാളെ പോസ്റ്റിനോട് ചേർത്ത് ആണ് ഇടിക്കുന്നത് എന്നാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങേയറ്റം ദുഃഖകരമാകുന്ന ഒന്ന് തന്നെയാണ്. നവമി, ഇയാൾ ജോലിക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ ഇയാളുടെ മേൽവിലാസമോ മറ്റു വിവരങ്ങളോ ഒക്കെ അറിവായിട്ടുണ്ടോ? അഭിലാഷ് തിരുവനന്തപുരം സ്വദേശിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറും ഉണ്ട്. ഇത് അപകടം കുറച്ച് പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ വന്നത് അങ്ങോട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഏകദേശം ആള് സ്റ്റേജ് തൊട്ടും ഭയങ്കര കിട്ടാൻ ചാൻസ് കുറവുള്ള പോലെ വന്നു. നാക്കൊക്കെ പുറത്തേക്ക് വന്ന് കിടക്കുമായിരുന്നു. പിന്നെ ബ്ലഡും നല്ലോണം പോയിട്ടുണ്ട്. അപ്പോൾ നടന്നു പോയ ആളാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പോലീസുകാർ വിളിച്ചിട്ട് ഞാൻ വന്നേരം റിനേ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ കാറിലുള്ളവർക്ക് ഇല്ല, കുഴപ്പമില്ല, അവരെ വേറെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കാറിന്റെ എയർ ബാഗ് പുറത്തു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ അപകടം സംഭവിച്ചില്ല. ചെറിയ ഒരു പരിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് കൂടി ഒന്ന് നോക്കാം അഭിലാഷ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കാണ് ഇപ്പോൾ അപകടം സംഭവിച്ചത്. പോലീസുകാർ ഇപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അറിഞ്ഞത്. സാർ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കാണ് ജോലി ചെയ്യുന്ന ആളാണ്. അപകടം എങ്ങനെയാണ്? അപകടം ഈ കാറ് നിയന്ത്രണം വിട്ട് നേരെ വന്ന് ഈ പോസ്റ്റിലിടിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റും ഇദ്ദേഹമായിട്ട് ജാമായി. അപ്പോൾ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. പ്രദീപ് ബാലകൃഷ്ണൻ എന്നാണ് പേര്. ഇവിടെ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഇവിടുത്തെ സ്റ്റാഫും മാനേജ്മെൻറ്റും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. കാറിലുള്ളവർക്ക് ഇല്ല, അവർക്ക് നിസ്സാര പരിക്കുകയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് അമിത വേഗത? ഉറങ്ങിപ്പോയതാണ്? എന്താണെന്ന് അറിയത്തില്ല. കാർ നിയന്ത്രണം വിട്ടതാണ്. ഉറങ്ങിപ്പോയതാണോ മറ്റാണെന്നുള്ള അറിയത്തില്ല. അവരും ആശുപത്രിയിൽ നിന്ന് വരുന്നത്? അതെ, അവരെ MAJ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. ഫാമിലിയാണ്. എന്തായാലും കാറ് ഓവർ സ്പീഡായിരുന്നു. അമിത നിയന്ത്രണം വിട്ടതാണ്. ഇപ്പോൾ അമിത വേഗതയിൽ വന്നാണ് അപകടം സംഭവിച്ചത്. ഇപ്പോൾ KCBയുടെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റ് ശരിയാക്കുന്നതിന് വേണ്ടി വൈദ്യുതി ലൈനെല്ലാം കട്ടായിരിക്കുകയാണ്. വളരെ ദാരുണമായ സംഭവമാണ് അഭിലാഷ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. സൂചിപ്പിക്കുന്ന പോലെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്നാണ് തിരുവനന്തപുരം സ്വദേശി പ്രദീപ് എന്നാണെന്ന് തോന്നുന്നു അല്ലെ പേര് പറഞ്ഞത്. ഈ സ്ഥാപനം ഏതാണ്? അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, നമുക്ക് ഈ കാണുന്നത് അപകടം നടക്കുന്ന തൊട്ട് മുന്നിലുള്ള, അതായത് ഈ സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. ലേ പ്ലാറ്റിനോ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ഇവിടെയുള്ളൊരു ജീവനക്കാരനാണ് ഈ അപകടം സംഭവിച്ചത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ജീവനക്കാരെല്ലാം വേഗം തന്നെ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. കുറച്ചധികം ജീവനക്കാർ വലിയ മാനസിക വിഷമത്തിലാണ്.
മാനസിക വിഷമത്തിലാണ്. നമുക്ക് അവരോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. അവർ സംസാരിക്കുമോ എന്നറിയില്ല. കാരണം അവരുടെ ഒരു അവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടല്ലോ. അവർ വലിയ ഒരു സങ്കടത്തിൽ തന്നെയാണ് അവരുടെ ജീവനക്കാരെല്ലാം ഉള്ളത്. നേരത്തെ ഒരു ജീവനക്കാരി വന്ന് നമ്മളോടൊന്ന് സംസാരിച്ചിരുന്നു. തീർച്ചയായും നവമി സൂചിപ്പിക്കുന്ന പോലെ ഇത് സമയോചിതമല്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് സഹപ്രവർത്തകർ ആയിട്ടുള്ള ആളുകൾക്ക് അപ്രതീക്ഷിതമായി വിയോഗമുണ്ടാകുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടുണ്ടാകില്ല. ഇപ്പോൾ ആംബുലൻസിൻ്റെ ഡ്രൈവറൊക്കെ പറയുന്നതനുസരിച്ച് അവർക്ക് ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതനുസരിച്ച് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതുകൊണ്ട് ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല. നവമിയിലേക്ക് തന്നെ. ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ വണ്ടി ഇടിച്ച് വെച്ച് സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങളോട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും കമന്ന് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ തമ്മിൽ ചെറിയ തർക്കമുണ്ടായി എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മുഖം ചതഞ്ഞിരിക്കുന്നുണ്ട്, ചോര വാർന്നിരിക്കുന്നുണ്ട്, ആരും തൊടാൻ തയ്യാറായിരുന്നില്ല. പിന്നെ കൗൺസിലർ വന്നിരുന്നു, പിന്നെ ആംബുലൻസും പോലീസുകാരും വന്നു. ഞങ്ങളുടെ സ്റ്റാഫാണെന്ന് അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. പുള്ളി അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കുറച്ച് ദിവസം അങ്ങോട്ട് പോയിട്ട്. ഇവിടെ എന്ത് പോസ്റ്റിലാണ് ജോലി? പുള്ളി ടോട്ടോ എന്ന് പറഞ്ഞ ഒരു സാനിറ്ററി വെയറിൻ്റെ മാനേജർ പോസ്റ്റിലാണ്. ഇവിടെ തിരുവനന്തപുരം സ്വദേശിയാണ് അല്ലേ? വൈറ്റിലെ താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ജോലിക്ക് വരുന്നതാണ്. ഇങ്ങോട്ട് ഓഫീസിലേക്ക് വന്നതായിരുന്നു പുള്ളി. നിങ്ങൾ ജീവനക്കാർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. മറ്റു വിവരങ്ങളൊന്നും ഇല്ല. ശരി അഭിലാഷ്, എന്തായാലും വളരെ വൈകാരികമായ ദൃശ്യങ്ങളാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് പോലീസ് ഇവരോട് പറയുന്നത് ഈ നിങ്ങളുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനാണെന്ന്. ആ സമയം മുതൽ ഇവർ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വളരെ വൈകാരികമായിട്ടുള്ള ദൃശ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിച്ചതെങ്കിൽ പോലും അവർ തരുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം സ്വദേശിയാണ്, വൈറ്റ്ലയിലാണ് താമസിക്കുന്നത്. ഇവിടെ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ മാനേജറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും വളരെ ദയനീയമായ അവസ്ഥയായിപ്പോയി. രാവിലെ ജോലിക്ക് വന്നതാണ്. അതായത് വരുന്ന വഴിക്ക് ഓഫീസിലേക്ക് കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കയറുന്നതിന് വേണ്ടി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചത്. ഈ ആംബുലൻസ് ജീവനക്കാരൻ പറയുന്നതനുസരിച്ച് ഈ പോസ്റ്റിലേക്ക് തല ഇടിച്ച്, അതായത് ഈ കാറും പോസ്റ്റും തമ്മിൽ ഇടിച്ച് ജാമായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. തലച്ചോറിൻ്റെ പകുതി ഭാഗങ്ങളും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, പുറത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ എന്തായാലും രക്ഷിക്കാൻ വേണ്ടിയുള്ള CPR അടക്കം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ കാറിൻ്റെ എയർ ബാഗ് എല്ലാം പുറത്തു വന്ന നിലയിലാണ്. 2 എയർ ബാഗും പുറത്തു വന്നിട്ടുണ്ട്. ആ ഡ്രൈവർക്കും ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീക്കും മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ചെറിയ പരിക്കുകൾ എന്ന് ഒഴിച്ചു വെച്ചാൽ മറ്റ് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതും വലിയ ആശ്വാസകരമാണ്. പക്ഷേ ഈ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് അങ്ങനെയല്ല തോന്നുന്നത്. വലിയൊരു അപകടം തന്നെയാണ്. പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. അടുത്തുള്ള ഗേറ്റിലേക്കും ഈ വേറൊരു സ്ഥാപനത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഗേറ്റിലേക്കും ഇടിച്ച് ആണ് പകുതി മറിഞ്ഞതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇവരും ആശുപത്രിയിൽ നിന്നും വരുന്ന വഴിയായിരുന്നു. ഉറങ്ങിപ്പോയതായിരിക്കാം ഇങ്ങനെ ഒരു പെട്ടെന്ന് നിയന്ത്രണം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവ സമയം ഉടനെ തന്നെ പോലീസ് ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അപകടം പറ്റിയവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥരെത്തി. അവരും ഈ പോസ്റ്റ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ് വന്നവരെയാണ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. നിരവധി പേരാണ് ഇതറിഞ്ഞ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും വഴിയാത്രക്കാരൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമായിട്ടാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവറും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. രാവിലെ ഓഫീസിലേക്ക് വരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. കാറ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് വഴിയാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു. നമ്മൾ ഈ വാഹനമൊക്കെ ഈ കാറ് ചരിഞ്ഞു കിടക്കുകയാണ്. ആ ഇടിയുടെ ആഘാതം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അഭിലാഷ്, നോമി സൂചിപ്പിക്കുന്ന പോലെ അങ്ങേറ്റം ദാരുണമായ ഒരു അപകടം എന്ന് തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വാഹനം ഏതാണ്ട് തകർന്നിരിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ ആ വാഹനം നിയന്ത്രണം വിട്ടാണ് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത്. അതിനിടെ ഒരാൾ പെട്ടുപോയി എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിനും ആ കാറിനും ഇടയിൽപ്പെട്ട ആളിൻ്റെ അവസ്ഥ എന്നത് അങ്ങേയറ്റം ഒരുപക്ഷെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നത് ഏറെ ശ്രമകരം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലിക്കെത്തിയ ആൾ ആയിരുന്നു. സ്ഥാപനത്തിന് തൊട്ടു മുന്നിൽ ആണ് അപകടമുണ്ടായത്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് തൊട്ടു മുന്നിൽ ആണ് അപകടമുണ്ടായത്. കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ ആണ് ഈ കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലേക്ക് ഇടിക്കുകയും ഒപ്പം വഴിയാത്രക്കാരനെയും ഇടിച്ചിട്ട് അപകടം സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ കാറിൽ യാത്ര ചെയ്തിരുന്നവരുടെ ആരോഗ്യനില അത്ര ഗുരുതരമല്ല. ഓവർ സ്പീഡിലായിരുന്നു എന്ന് തന്നെയാണ് പോലീസ്
പ്രാഥമികമായി വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.